സ്വാഭാവികമായും കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ല. ആ ജീവിതം എന്നത് മറ്റൊരു ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനും പറ്റില്ല. 1893 ചിക്കാഗോ പ്രസംഗമൊക്കെ ചരിത്രത്തിലെ തന്നെ മികച്ച അടയാളപ്പെടുത്തലുകളാണെന്ന് നിസ്സംശയം പറയാം. ഒരു പുസ്തകത്തിൽ കണ്ടെന്ന് കരുതിയോ ഒരാളങ്ങനെ പറഞ്ഞെന്ന് കരുതിയോ നിങ്ങളത് വിശ്വസിക്കരുത് എന്നും സത്യമെന്നത് സ്വയം കണ്ടെത്തണമെന്നും പറഞ്ഞു പഠിപ്പിച്ച സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ചെറുപ്പകാലത്തെ വിവേകാനന്ദൻ്റെ ജീവിതമെന്നത് നമ്മൾ വിശ്വസിക്കുന്നതിലും അപ്പുറമാണെന്ന് പറയാം. പണ്ട് അഗാധമായ പാണ്ഡിത്യവും ഭക്തിയുമൊക്കെ ഉണ്ടായിരുന്ന ഒരു ബംഗാളി പ്രഭു കൊൽക്കത്തയ്ക്ക് സമീപം ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ദുർഗാചരൺ ദത്ത എന്നതായിരുന്നു. അദ്ദേഹത്തിന് വിശ്വനാഥ ദത്ത എന്നൊരു പുത്രൻ. പിന്നീട് ദുർഗാചരൺ ദത്ത സന്യാസമൊക്കെ സ്വീകരിച്ച് ദേശാടനത്തിനിറങ്ങുകയുണ്ടായി. ഇത്തരത്തിൽ വിശ്വനാഥ ദത്ത വളർന്നു. കൽക്കത്ത ഹൈക്കോടതിയിൽ അറ്റോർണിയായി. ഭാര്യയുടെ പേര് ഭുവനേശ്വരി ദേവി. ധനികമായ കുടുംബത്തിൽ 2 പെൺകുട്ടികൾ ജനിക്കുകയും ചെയ്തു. ഒപ്പം